സങ്കീർത്തനങ്ങൾ 9:1 പറയുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളൊക്കെയും വർണ്ണിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. ഓരോരുത്തരും ഒന്ന് ശോധന ചെയ്തു നോക്കണം. ദൈവത്തെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ഇത് മതിയോ? അതിനകത്ത് സങ്കീർത്തന പ്രമാണിക്ക് സങ്കീർത്തനക്കാർ എഴുതിയിരിക്കുകയാണ്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളൊക്കെയും വർണ്ണിക്കും. നിങ്ങൾ ദൈവത്തിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കുകയും പൂർണ്ണ ആവോടെ ആരാധിക്കുകയും പൂർണ്ണമായി തന്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കുന്ന വ്യക്തിയായി തീരണം. അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ ജീവിതം വീണ്ടും വീണ്ടും അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളിലേക്ക്, അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളിലേക്ക്, അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളിലേക്ക് മാറിക്കൊണ്ടേ ഇരിക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ വലിയ സത്യമാണ് ദൈവം. നമ്മൾ അറിഞ്ഞതിനേക്കാളും വലുതാണ് ദൈവം. നമുക്ക് ചെയ്ത അത്ഭുതത്തെക്കാളും വലിയ അത്ഭുതം ചെയ്യാൻ കർത്താവിന് കഴിയും. നിന്നെയും നിന്റെ തലമുറയും എന്നെയും എൻ്റെ തലമുറയെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ കയ്യിൽ ഇനിയുമുണ്ട്. നമ്മൾ കുറച്ചൊക്കെ പ്രാപിച്ചപ്പോഴേ നമ്മൾ നിഗളിയായി പോയതാണ്. നമ്മൾ ആരാധന കുറച്ചതാണ്, ദൈവസന്നിധിയിൽ അകന്നതാണ്, ദൈവത്തിൽ നിന്ന് വിട്ടുപോയതാണ്. ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചത് അത് ചെറുതാണെങ്കിലും അതിനെ പൂർണ്ണമായും ദൈവത്തിന് വേണ്ടി വർണ്ണിക്കണം, ആരാധിക്കണം. അങ്ങനെ ആരാധിച്ച് വർണ്ണിക്കുമ്പോൾ കർത്താവ് വലുത് നിങ്ങൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും ഒരുക്കും.